ഇപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ വിത്ത് HCN ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത് റിയാക്ഷൻ വിത്ത് HCN ആയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ബാക്കി രണ്ട് സെക്ഷൻസാണ് പഠിക്കാൻ പോകുന്നത്. അതായത് റിയാക്ഷൻ വിത്ത് പ്രൈമറി അമീൻസും പിന്നെ ഫീനൈൽ ഹൈഡ്രസീനും വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പറയാൻ വന്നോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ മൂന്നിന്റെ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ് സിലബസിനകത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മെക്കാനിസം ആയിട്ട് പ്രത്യേകിച്ച് എടുത്ത് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മെക്കാനിസം പഠിക്കണ്ടായിരിക്കും, എനിക്കറിയില്ല. കോളേജിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് പ്രൈമറി അമീനാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, അതായത് പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ അതായത് അത് അമീൻ ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. അതായത് എന്തോ ഇൻഡസ്ട്രിയൽ യൂസ് ഇപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് എന്താണ് അവർ മെൻഷൻ ചെയ്തേക്കാൻ നമുക്ക് അറിയില്ലല്ലോ. ടെക്സ്റ്റിനകത്തുള്ള യൂസസ് എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് അന്ന് ജനറൽ ആയിട്ടുള്ളത് 1-2 പോയിന്റ്സ് മാത്രമായിട്ട് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ, ടെക്സ്റ്റ് കിട്ടാതെ നമുക്കിപ്പോ അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുമ്പോൾ കുറെ ഇഷ്ടം പടിയുണ്ട്. അപ്പൊ അതിനകത്ത് ഏതാ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് പ്രൈമറി അമീൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഫോർമുല എങ്ങനെയാ വരിക? CH ഗ്രൂപ്പ് ആണ് അമീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ് C ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് അമീൻ ഗ്രൂപ്പിന്റെ കാര്യം. പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണെന്ന് ചോദിച്ചത്. എന്തോ കേട്ടില്ല. എന്നാലും അമീൻ എന്ന് പറയുമ്പോ ഫസ്റ്റ് വരുന്നത് എങ്ങനെയാ? അതെന്ത് കോമ്പൗണ്ടാ വരുന്നേ? അമോണിയ എന്ന് പറയുമ്പോ എങ്ങനെയാ? അതിന്റെ ഫോർമുല എന്താ? NH3. അമോണിയ എന്ന് പറയുന്നത് NH3. അപ്പൊ ഈ പ്രൈമറി അമീൻ എന്ന് പറയുന്നത് ഇതിന്റെ അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ് ഈ പ്രൈമറി അമീൻസ് എന്ന് പറയുന്നത്. അതായത് ഈ അമോണിയന്ന് ഞാനിപ്പോ ഒരു ഹൈഡ്രജൻ ഞാൻ റിമൂവ് ആക്കി, അപ്പൊ വരുമ്പോ എന്തായിട്ട് മാറും? NH2 ആയിട്ട് വരത്തില്ലേ? അപ്പൊ ഇതാണ് അമീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഞാൻ ഒരു Hനെ ഞാൻ ഇവിടുന്ന് റീപ്ലേസ് ചെയ്തല്ലോ. അതായത് ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഹൈഡ്രജനെ, അതായത് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ഞാൻ അതിന്ന് ഒരു ഹൈഡ്രജനെ ഞാൻ റിമൂവ് ആക്കുമ്പോൾ ആ ഹൈഡ്രജന് പകരം ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഞാൻ അവിടെ കൊണ്ടുവരും. അപ്പൊ അതാണ് ആക്ച്വലി പ്രൈമറി അമീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാ, RNH2. അതായത് ഈ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിപ്പോ എന്തെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പോ അരൈൽ ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആകാം. ഓക്കെ, അതായത് ഇപ്പൊ അതൊരു CH3 ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ C2H5, ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അരൈൽ ഗ്രൂപ്പ് ആകാം, എന്തെങ്കിലും ആകാം അവിടെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതെന്ത് കോമ്പൗണ്ടാ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറഞ്ഞേ.
പഠിച്ചിട്ടുണ്ടോ? ആനിലീൻ. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? മീഥൈലമീൻ. ഇപ്പൊ CH3ക്ക് പകരം C2H5 വന്നെങ്കിലോ? ഓക്കെ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പ്രൈമറി അമീൻസിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഇതിനകത്ത് റിയാക്ഷനകത്ത് വരുന്നത് അതായത് ഈ NH2 ഗ്രൂപ്പ്, അതായത് ഈ അമീൻ ഗ്രൂപ്പ് കാർബണൈൽ ഗ്രൂപ്പ് ഓഫ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടൊരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യും? ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ അതിന് ലൂസ് ആകും. എന്നിട്ട് അതിനെയാണ് ഈ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് വാട്ടറിനെ ലോസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്, അതിനെ നമ്മൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്, ആ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനകത്ത് റിയാക്ഷൻ വിത്ത് പ്രൈമറി അമീൻസിനകത്ത് വരുന്ന ജനറൽ ഇക്വേഷൻ ആണ് ഇപ്പൊ ഞാൻ എഴുതുന്നത്. ഓക്കെ, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതെന്താ? RCHO എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ആൽഡിഹൈഡ്. ഓക്കെ, ആൽഡിഹൈഡ് ഞാൻ അതിനെ പ്രൈമറി അമീൻ ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്യാണ്. ഇപ്പൊ പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ R' എന്ന് ഇട്ടേക്കുന്നത്, ഈ ആറും ഈ R' എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഞാൻ R' എന്ന് ഇട്ടത്. അപ്പൊ എനിക്ക് എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്? RCH ഡബിൾ ബോണ്ട് NR' പ്ലസ് H2. ഇതാണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് ജനറൽ ഇക്വേഷൻ. ഇത് എഴുതുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മളിപ്പോ നോക്കാം. അത് നമ്മൾ ഫസ്റ്റ് ജനറൽ ആൽഡിഹൈഡ് ഇക്വേഷൻസ് വെച്ചിട്ട് എന്തോ ക്ലിയർ ആയില്ല അശ്വിൻ. അതെ, അതായത് പ്രൈമറി അമീൻസ് വെച്ചിട്ട് ഈ ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന ജനറൽ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് പറയാം. ഓക്കെ, ഇത് ഇത്ര എഴുതിയല്ലോ. എന്തോ? ഈ സെയിം റിയാക്ഷൻ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. മെക്കാനിസം ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ മെക്കാനിസം ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സിലബസിനകത്ത് മെക്കാനിസം മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് ജസ്റ്റ് ജനറൽ ഇക്വേഷൻ റിയാക്ഷൻ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ അത് എഴുതണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഫോം ആയെന്ന് അറിയണമല്ലോ. അപ്പൊ അതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ആൽഡിഹൈഡ് വെച്ച് തുടങ്ങാം. അപ്പൊ RC ഞാനിപ്പോ ആൽഡിഹൈഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, പ്ലസ് NH2 R'. ഞാൻ എൻ്റെ ഒരു ആൽഡിഹൈഡ് എടുത്തു, പ്രൈമറി അമീൻ എടുത്തു. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാർബണൈൽ, അതായത് നമുക്ക് ഈ കാർബണൈൽ ഈ ഒരു കാർബണയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് അഡീഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു HCl വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ CN- ആണ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വരുന്നത്, അല്ലേ? അത് വന്നിട്ട് എവിടെയായിരുന്നു അറ്റാക്ക് ചെയ്തത്? CN-. എന്തോ മനസ്സിലായില്ല.
ആ റിങ്ങിലോ? ഞാൻ ചോദിച്ചത് ഇപ്പൊ കാർബണൈൽ കോമ്പൗണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോ അതിനകത്ത് HCN വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ CN- എവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നാ ചോദിച്ചത്. ഇവിടെ ഇതിനകത്ത് ഞാൻ 6 എഴുതിയിട്ടില്ലല്ലോ. അതെങ്ങനെയാ? ആൽക്കൈൽ ഗ്രൂപ്പിലായിരുന്നോ CN- അറ്റാക്ക് ചെയ്തത്? ആ അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ ഓക്സിജന് നെഗറ്റീവ് ചാർജ് പോകും, കാർബണിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ CN എവിടെ പോകും? കാർബണിലേക്ക് പോകും. ഇതിന്റെ H എവിടേക്ക് പോകും? അപ്പൊ ഈ H ഇവിടെ പ്ലസ് ആയിട്ടല്ലേ നിക്കുന്നേ, അത് ഓന്റെ അടുത്ത് പോകും. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു ഫോം ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ പേരെന്താ? അവിടെ ഒരു ഇന്റർമീഡിയറ്റിന് ഒരു പേര് ഫോം ചെയ്യുമല്ലോ. HCN വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് അല്ല, കറസ്പോണ്ടിങ് ഇന്ന സാധനം കിട്ടും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താ? അതിന്റെ പേരെന്താ? അത് എഴുതിയിട്ടില്ല. അതെന്താ എഴുതാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ ലെക്ചർ നോട്ടിൽ എല്ലാം എഴുതണമെന്ന്. സയാനോ ഹൈഡ്രൻസ്. സയാനോ ഹൈഡ്രൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അത് എഴുതിയില്ലായിരുന്നു. അതിനകത്തുണ്ടല്ലോ സൈനോ ഹൈഡ്രൻസ് ഉണ്ടല്ലോ. നോട്ട്ബുക്കിലല്ലേ എഴുതുന്നേ? അതെന്താ? പേപ്പറിനകത്ത് എഴുതി അത് കളഞ്ഞു പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലേ നോട്ട്ബുക്കിനകത്ത് എല്ലാ റിയാക്ഷൻസ് കൂടെ ഒരുമിച്ച് എഴുതണം എന്ന്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ HCNൽ നടന്ന സെയിം സാധനം തന്നെയാണ് ഈ പ്രൈമറി അമീനകത്തും നടക്കുന്നത്. അപ്പൊ പ്രൈമറി അമീനകത്ത് അതിനകത്ത് അപ്പൊ എങ്ങനെയായിരിക്കും നടക്കുക? ഇവിടെയും ഈ കാർബണിൽ ഈ നെഗറ്റീവ്, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് പറ്റും? ഇവിടെ ഓക്സിജനിലേക്ക് പോകും. അപ്പൊ ഓക്സിജൻ എന്ത് ചാർജ് ഉണ്ടാവുക? നെഗറ്റീവ് ചാർജ്. കാർബണിന് എന്ത് ചാർജ് ഉണ്ടാവും? പോസിറ്റീവ് ചാർജ് ആണല്ലോ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമീൻ ഗ്രൂപ്പിന്ന് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകും. ഓക്കെ, ഒരു ഹൈഡ്രജൻ പോയിട്ട് ഇവിടെ ഈ ഓയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതായത് അതായത് ഈ NH2 എന്ന് പറയുന്ന ഗ്രൂപ്പിന് അത് H+ ആയിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ഇവിടെ എന്തായിട്ട് വരും? O- ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ H+ ഈ O- വരും. അപ്പൊ അത് OH ആയിട്ട് മാറും. മനസ്സിലായോ? ബാക്കി വരുന്ന ഇവിടെ ഒരു നൈട്രജന് നമുക്കറിയാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നല്ലേ? 5 ലോൺ പെയറോ? ആ, അപ്പോ ആ നൈട്രജൻ ഗ്രൂപ്പ് ഈ കാർബണിൽ വന്ന് അറ്റാക്ക് ആവും. അപ്പൊ നമുക്ക് വരുന്ന ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ എഴുതാൻ പോകുന്നത്. അതായത് RC. നമുക്ക് ഇപ്പൊ എന്താ ഉള്ളത്? ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് ഒരു H, ഇപ്പം ഞാൻ ഇവിടെ -H ഇടുക. അതായത് -1H എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ പോയി. ആ ഹൈഡ്രജൻ എങ്ങോട്ടേക്കാ പോയേ? ഓക്സിജനിലോട്ട്. അപ്പൊ ഇവിടെ ഈ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്, കിടപ്പുണ്ട്, അത് അതുപോലെ ഉണ്ട്. മറ്റേത്
ഓന്റെ കൂടെ ആ ഹൈഡ്രജൻ വന്നു OH ആയി. ഇനി ഒരു ബോണ്ട് അവിടെ കിടപ്പുണ്ട്. ആ ബോണ്ടിലേക്ക് എന്താ വരുന്നത്? ബാക്കി റിമൈനിങ് ആയിട്ടുള്ള NHR- വരും. ഞാൻ ഓൾറെഡി ഓന്റെ കൂടെ ഒരു H എഴുതിയല്ലോ, ഇവിടെ കിടപ്പുണ്ടല്ലോ. അല്ല, അത് അപ്പുറം എഴുതാൻ പറ്റുമോ? പക്ഷെ ഞാൻ എവിടെ എഴുതിയാലും കുഴപ്പമില്ല. നമ്മളിപ്പോ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർഡർ മാറ്റി എഴുതിയ ഇവിടെ ഇതിനകത്ത് ഓർഡർ ഒന്നും ഇല്ല. മനസ്സിലായോ? ഇപ്പൊ ഞാനിപ്പോ ഈ ഞാൻ മേളിൽ H എഴുതി. എനിക്ക് മേളിൽ തന്നെ എഴുതണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ ആ H-നെ കൊണ്ട് താഴെ എഴുതാം, ഈ സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ ഈ R-നെ മായിച്ചിട്ട് വേണമെങ്കിൽ അവിടെ കൊണ്ട് H എഴുതിയിട്ട് ഇവിടെ എനിക്ക് മായിച്ചിട്ട് R എഴുതാം. ഇതിന് അങ്ങനെ ഓർഡർ ഒന്നും ഇല്ല. സംഭവം കറക്റ്റ്. ഇപ്പൊ ഞാൻ പറട്ടെ, ഓർഡർ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും പേരൊന്നു തന്നെ ആ കോമ്പൗണ്ടിന്റെ. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് കാർബണിന് 4 സൈഡും ബാലൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ 4 സൈഡിലും എവിടെ വേണമെങ്കിലും കൊണ്ട് എനിക്ക് എന്റെ കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ മറ്റേ ഫങ്ഷണൽ ഗ്രൂപ്പിനെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അത് പ്ലേസ് ചെയ്താലും അതിന്റെ പേര് മാറത്തില്ല. ഓക്കെ, ഇല്ല. ഇതിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് മനസ്സിലായോ? ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് എലിമിനേഷൻ ഓഫ് വാട്ടർ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇത് ഇന്റർമീഡിയറ്റാ. ഇനിയിപ്പോ നമുക്ക് കണ്ടൻസേഷനും കൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യും? ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യും. അതായത് -H2O എന്ന് ഞാൻ ഇടും. ഈ മൈനസ് ഇടുന്നത് എലിമിനേഷൻ എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ അതിൽ നിന്ന് എൻ്റെ ആ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടിന് ഞാൻ ഒരു മോളിക്യൂൾ വാട്ടറിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യാണ്. അതെ, അതായത് ഇത് ഇത്ര ഇങ്ങനെ ഇതിനെ ഞാൻ ഇത്രയും കളയും. അപ്പൊ കളയുമ്പോ എന്താ സംഭവിക്കുന്നേ? ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു ബോണ്ട് ഇല്ലേ? അപ്പൊ അത് ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ അതാണ് എന്റെ പ്രൊഡക്റ്റ്. RCH ഡബിൾ ബോണ്ട് NR'. ഇത് തന്നെയല്ലേ നമ്മളുടെ ജനറൽ ഇക്വേഷനകത്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ഷിപ്സ് ബേസ് എന്ന് പറയും. ഇതിന്റെ മെക്കാനിസം അതെ. അല്ല, അതിനകത്ത് മെക്കാനിസം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പൊ ഡയറക്റ്റ് നിങ്ങളോട് പ്രൊഡക്റ്റ് എഴുതാൻ പറയുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ചിലപ്പോ അങ്ങനെ ചോദിക്കില്ലായിരിക്കും. ചിലപ്പോ ഇപ്പൊ മെൻഷൻ ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നുള്ള ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട് 3 റിയാക്ഷൻ മെൻഷൻ ചെയ്യാൻ പറയും. അതായത് വിത്ത് ഇപ്പൊ 3 എണ്ണം ഉണ്ട്. HCN വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പ്രൈമറി അമീനും ഫീനൈൽ ഹൈഡ്രസീനും. ഇത് മൂന്ന് റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. അപ്പൊ മേ ബി ചിലപ്പോ ജനറൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജനറൽ ഒരു ഇക്വേഷൻ പോലെ ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ എന്താ റിയാക്റ്റൻസ് എഴുതിയിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് ഡയറക്റ്റ് എഴുതുക. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പൊ അങ്ങനെയായിട്ട് ചോദിക്കാം മെൻഷൻ ദ മെക്കാനിസം ഇൻവോൾവ് എന്നോ
അങ്ങനെ ചോദിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇത് എഴുതി വെച്ചു. ഇപ്പൊ പ്രൊഡക്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്, കാരണം അതാകുമ്പോ ഇപ്പൊ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സൈഡിൽ ഇതുപോലെ എഴുതി നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എന്താ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇപ്പൊ ഇതിന് പകരം ഇപ്പൊ ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. അതായത് ഇപ്പൊ ഈ ആർ ഗ്രൂപ്പിന് പകരം അവിടെ CH3 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ആ മെക്കാനിസം ഒന്ന് എഴുതിക്കേ. ആറിന് പകരം CH3 എഴുതുക. എന്തോ ആർ ഡാഷിന്റെ സ്ഥാനത്ത് C2H5 കിട്ടും. എന്തോ കേൾക്കുന്നില്ല. അല്ല, ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് പറ. ഓക്കെ, എന്തോ പറഞ്ഞോ. ആ വെരി ഗുഡ്. ഇപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇനിയിപ്പോ അടുത്ത ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ആണ് ഹൈഡ്രോക്സിലമീൻ. ഞാൻ വിട്ടുപോയി, മറ്റേതിന്റെ കൂടെ ഇതും കൂടെ ഉണ്ട്, ഹൈഡ്രോക്സിലമീനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫീനൈൽ ഹൈഡ്രസീൻ വെച്ചിട്ട് വരുന്നത്. അപ്പോൾ 1, 2, 3, 4 റിയാക്ഷൻസ്, 4 ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ അടുത്തത് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോക്സിലമീൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഹൈഡ്രോക്സിലമീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ജനറൽ ഫോർമുല വരാ? ഒന്ന് ഗസ് ചെയ്തേ. NH2OH. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ആൽഡിഹൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ആദ്യം ആൽഡിഹൈഡ് R ഡബിൾ ബോണ്ട് H പ്ലസ് NH2OH. എന്നിട്ട് ഇനി പറഞ്ഞേ.
എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ആ അങ്ങനെ എഴുതിയിട്ട് ഫൈനൽ പ്രോഡക്റ്റ് എന്താ കിട്ടുന്നതെന്ന് പറ. ആ. ഇവിടെ അല്ല, ജനറൽ റിയാക്ഷൻ വെച്ച് തന്നെ എഴുതിക്കോ, 6 വെച്ച് തന്നെ എഴുതിക്കോ. ചോദിച്ചേ, ഉം. നമ്മുടെ നേരത്തെ കേസില് ഉം. NH6 എന്നല്ലേ ഇട്ടത്? NH2 കേസിൽ R ഡാഷ്. ഇവിടുത്തെ കേസിൽ R' വേണ്ടേ? ഇവിടെ നമ്മള് ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും ഇടുന്നില്ലല്ലോ. അതുകൊണ്ടാണോ? എന്നുവെച്ചാ നമ്മള് അമോണിയയുടെ പല ഡെറിവേറ്റീവുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ അതായത് അമോണിയ എന്ന് പറയുമ്പോ എന്താ? NH3. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് അത് എന്തായിട്ട് മാറി? NH2 ആയിട്ട് മാറി, ആണല്ലോ. അപ്പൊ അവിടെ ഞാൻ ആ ഒരു ഹൈഡ്രജന് പകരം ഞാൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. അപ്പൊ അത് പ്രൈമറി അമീനായി. ഇപ്പൊ ഞാൻ ഇപ്പൊ സപ്പോസ് ഞാൻ അതിനെ NHR2 രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവന്നെങ്കിൽ അത് സെക്കൻഡറി അമീൻ ആവും. മനസ്സിലായോ? ഞാൻ എന്നിട്ട് ഇപ്പൊ എനിക്ക് ഈ NH2 കൂടെ എനിക്കിപ്പോ ഞാൻ ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ അതിന് പകരം ഞാൻ ഒരു OH ഗ്രൂപ്പിനെയാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്റെ കോമ്പൗണ്ട് മാറിയില്ലേ? അപ്പൊ അതെന്ത് കോമ്പൗണ്ടാ? ഹൈഡ്രോക്സിൽ അമീനായി. അപ്പൊ എനിക്ക് അതെ, അപ്പൊ എനിക്ക് അവിടെ 6 ഇടേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ രണ്ട് ഓയിലുണ്ട്. ഏതാ പറയുന്നേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് ഇപ്പൊ കിട്ടിയ പ്രൊഡക്റ്റ് എങ്ങനെയാ വരുന്നേ? 6 CH H2O. എന്നുവെച്ചാല് ആ OH ഓക്സിജന്റെ തൊട്ടില്ല പോകുന്നത്. നിക്ക് അശ്വിൻ, ഏത് H എടുത്ത് ഓയിന് കൊടുത്തേ? ഈ NH2 H ആണോ OH H ആണോ? ഓക്കെ, NH2 H കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ ഇവിടെ OH ആയി. അപ്പൊ ബാക്കി വരുന്നത് എന്ത് വരും? NHOH. ഇങ്ങനെയല്ലേ കിട്ടിയേ? പിന്നെന്താ ഡൗട്ട് എന്താ പറഞ്ഞേ? പിന്നെ ഇവിടെ H2O എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അല്ല, ഞാൻ വിചാരിച്ചു അപ്പുറത്തെ OH ഉണ്ടല്ലോ, NH2OH OH. അപ്പം ആ OH പിന്നെ അവിടെ ഉള്ള ഓയിൽ കൂടെ കൂടിയാവാൻ H2 എലിമിനേറ്റ് ആയി കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ആണോ ഉദ്ദേശിച്ചേ? അല്ല, അത് എപ്പോഴും H2O പോകുന്നത് എപ്പോഴും ഈ ഇവിടുന്നാ പോകുന്നത്. അത് എപ്പോഴും നൈട്രജനിൽ നിന്നാണ്, ആ NH2 H പോകുന്നത്. ഇവരായിരിക്കും എപ്പോഴും എലിമിനേറ്റ് ചെയ്യുന്നത്. ഈ OH ആയിട്ട് എലിമിനേറ്റ് ചെയ്യരുത്. കാരണം ഇതാണ് അസിഡിക് പ്രോട്ടോൺ. ഇവരാണ് ഏറ്റവും പെട്ടെന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞോ.
ഡബിൾ ബോണ്ട് NOH. ആ അപ്പൊ അവരുടെ പേരെന്താ? ആൽഡോക്സൈൻസ്. അവരെ പറയുന്നതാണ് ആൽഡോക്സൈൻസ്. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ അശ്വന്റെ ഹോംവർക്ക് ആണ്. അതായത് നേരത്തെ നമ്മൾ ഇന്നിപ്പോ പഠിച്ച റിയാക്ഷൻ ഏതായിരുന്നു? പ്രൈമറി അമീൻസ്. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസിന്റെ നമ്മൾ ആൽഡിഹൈഡ് വെച്ചുള്ളത് നമ്മൾ പറഞ്ഞു. ആൽഡിഹൈഡ് വെച്ചുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ ഇതിനി കീറ്റോൺ വെച്ചിട്ട് എങ്ങനെ വരും എന്നുള്ളത് ചെയ്യണം തന്നെ. ഗ്രൂപ്പിലിട്ടാ മതി. ഓക്കെ. കീറ്റോൺ വെച്ചിട്ട് ഒന്നെങ്കിൽ ജനറൽ കീറ്റോണിന്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ജനറൽ ഇതുപോലെ എഴുതാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ആൽഡിഹൈഡിന് RCHO എന്ന് വെച്ച് നമ്മൾ R എന്ന് വെച്ച് ചെയ്തില്ലേ? ഒന്നെങ്കിൽ Rന് പകരം അവിടെ കീറ്റോണിന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇട്ടോ, CH3 ഗ്രൂപ്പോ C2H5 ഗ്രൂപ്പോ അതെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ വിത്ത് കീറ്റോണിന്റെ, നമ്മളിപ്പോ ആൽഡിഹൈഡ് ചെയ്തു, ആൽഡിഹൈഡ് വേണ്ട, കീറ്റോണിന്റെ ചെയ്യണം. എടാ അതിനകത്ത് ഏതെങ്കിലും ഒരു റിയാക്ഷൻ നീ ചെയ്താൽ മതി. ജനറൽ ചെയ്യോ അല്ലെങ്കിൽ CH3 അല്ലെങ്കിൽ C2H5 ഏതെങ്കിലും ഒന്ന് ചെയ്തോ, കീറ്റോൺ വെച്ച്. അതേപോലെ തന്നെ ഈ ഹൈഡ്രോക്സിൽ അമീന്റെ കീറ്റോണിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. പ്രൈമറി അമീന്റെയും ചെയ്യാം, ഇപ്പൊ ഈ പറഞ്ഞ ഹൈഡ്രോക്സിൽ അമീന്റെയും കൂടിയിട്ട് വിത്ത് കീറ്റോണിന്റെ ചെയ്യാം എക്സാമ്പിൾ. ഓക്കെ. എന്തോ അതെന്ത് പറ്റി അങ്ങനെ? ഓക്കെ, എന്നാ പിന്നെ പേഴ്സണൽ ഇട്ടോ, കുഴപ്പമില്ല. തെറ്റിയാൽ എന്തിനാ പേടിക്കുന്നേ? അതിപ്പോ ഒന്നും പറയാൻ പോകുന്നില്ല, ഗ്രൂപ്പിനകത്ത് ആരും ഒന്നും പറയത്തില്ല. അതിപ്പോ ഞാനല്ലേ പഠിപ്പിക്കുന്ന പോർഷന്. ഇപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറയും അത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയും, അല്ലെങ്കിൽ ശരിയെങ്കിൽ ശരി എന്ന് പറയും. അതിനാരും ഒന്നും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റ് റിയാക്ഷൻ നോക്കുന്നത് ഫീനൈൽ ഹൈഡ്രസീൻ വെച്ചിട്ടാണ്. ഓക്കെ. മൂന്നാമത്തേത് ഫീനൈൽ ഹൈഡ്രസീൻ. അപ്പൊ ഫീനൈൽ ഹൈഡ്രസീന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? ഹൈഡ്രസീന്റെ ഫോർമുല എന്താണെന്നറിയോ? അല്ല, ഹൈഡ്രസീന്റെ ഫോർമുല എന്ന് പറയുന്നത് N2H4. അപ്പൊ ഇതിനെ നമ്മൾ ജനറലി എഴുതുന്നതാണ് NH2NH2 എന്ന് എഴുതും. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതും, NH2NH2 എന്ന് എഴുതും. ഓക്കെ. ഫീനൈൽ ഹൈഡ്രസീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്ന് ഒരു Hനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഫീനൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവരും, അതായത് C6H5 കൊണ്ടുവരും. മനസ്സിലായോ? അത് ഫീനോള്. ഇത് ഹൈഡ്രസീൻ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒരു Hനെ മാറ്റിയിട്ട് C6H5 കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഫീനൈൽ ഹൈഡ്രസീൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ അതായത് അതിന്റെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരുന്നത്? NH2 C6H5. ഇതാണ് ഫീനൈൽ ഹൈഡ്രസിന്റെ ഫോർമുല വരുന്നത്. ഇനിയിപ്പോ ഇത് ആൽഡിഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? ഇപ്പൊ RC ഡബിൾ ബോണ്ടോ H. അപ്പൊ ഇത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്?
ആദ്യം ഓക്കെ ആദ്യം ആ NH വെച്ച് അതാണ് അവിടെയാണ് ഇപ്പൊ കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഏത് എച്ചാ പോകുന്നത്? NH2ന്റെ H ആണോ NHന്റെ H ആണോ പോകുന്നത്? ഏതെങ്കിലും ഒന്ന് പറ. എന്നാ പറ, അത് എന്തുകൊണ്ട് NH2 ആയത്? NHന്റെ H എന്താ പോയ, എന്താ കുഴപ്പം? ഓ, അപ്പൊ പിന്നെ അപ്പൊ അതുകൊണ്ടാണോ ഒരു H ഉള്ളത് കൊണ്ടാണോ കുഴപ്പമായത്? ഓക്കെ, അപ്പൊ വാട്ടർ ആയിട്ട് ഈ NH-ന്നാണോ H പോകുന്നത്? അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഒരു H കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു NH ബാക്കി കിടപ്പുണ്ടല്ലോ, എനിക്ക് അതിൽ നിന്ന് ഒരു H എടുത്തൂടെ? പിന്നെ എന്തുകൊണ്ടാ ചുമ്മാ ഒരു രസത്തിന് എന്നാ ഇവിടെ നിന്ന് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചോ? അതാ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് നമ്മളെപ്പോഴും ഇവിടുന്ന് NH2ന്റെ H-ന്നാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ ടെർമിനൽ അമീൻ ഗ്രൂപ്പ് എന്ന് പറയും. ടെർമിനൽ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും അറ്റത്ത് കിടക്കുന്നത്. ഏറ്റവും അറ്റത്ത് കിടക്കുന്ന NH2 ഗ്രൂപ്പിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അതിന്റെ റീസൺ. ഇപ്പൊ അറ്റത്ത് കിടക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇവിടെ എന്ന് പറയുന്നത് ഈ NHന്റെ അടുത്ത് കിടക്കുന്ന ഗ്രൂപ്പ് എന്താ? ഒരു അരൈൽ ഗ്രൂപ്പാ. അതായത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് അതിനകത്തുള്ളത്. അപ്പൊ അത് അവർ എന്ത് ഗ്രൂപ്പാ? ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് അല്ലേ? അതായത് ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പൊ ഇവിടുന്ന് നമ്മൾ എപ്പോൾ ഈ ഹൈഡ്രജനിൽ നിന്നായിരിക്കും ഹൈഡ്രജനെ ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് എന്തുകൊണ്ട് എടുക്കാത്ത? കാരണം ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാ. അപ്പൊ എന്ത് ചെയ്യും? ഇവരിങ്ങനെ ഇലക്ട്രോൺസിനെ ഈ നൈട്രജന് ഇങ്ങനെ ഇലക്ട്രോൺസ് കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് പറ്റും? കൂടിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. അപ്പൊ ഇലക്ട്രോൺസിന്റെ കൂടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഹൈഡ്രജനെ അവർക്ക് വിട്ടുതരാൻ കുറച്ച് പ്രയാസം കാണും. പക്ഷെ അതേ സമയം ഇവിടെ ഈ NH2 ആണെങ്കിൽ കുറച്ച് ഫ്രീയാ. അവർക്ക് വേറെ ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ഒരു സൈഡ് ഗ്രൂപ്പ്സ് ഒന്നും തന്നെ ഇവിടെ എങ്ങും ഇല്ല. അപ്പൊ അവർക്ക് അത്രയും പ്രഷർ ഒന്നും ആരും കൊടുക്കാനായിട്ടില്ല. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ കുറേയും കൂടെ അസിഡിക് ആയിരിക്കും. അതായത് Hനെ കൊടുക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലുള്ളത് ഈ ടെർമിനൽ ആയിട്ട് നിൽക്കുന്ന NH2-നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് Hനെ നമുക്ക് കളയാൻ എളുപ്പമായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടത്തെ Hന് എന്ത് പറ്റും? അതായത് ഈ ബെൻസീന്റെ അടുത്ത് കിടക്കുന്ന Hന് ഒന്നും പറ്റില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇപ്പോ ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ അവിടുത്തെ ഹൈഡ്രജൻ എന്ത് പറ്റും? അവരെപ്പോഴും ലെസ് അസിഡിക് ആയിരിക്കും. ഏതാ ലെസ് അസിഡിക്? ഈ ഹൈഡ്രജൻ. അതേസമയം ഈ NH2-ലെ ഹൈഡ്രജൻ ആണെങ്കിലോ മോർ അസിഡിക് ആയിരിക്കും. അപ്പൊ ഇവിടെ ലെസ് അസിഡിക് ആയതുകൊണ്ട് ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ കുറച്ചും കൂടെ പാടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഫീനൈൽ ഹൈഡ്രസീന് ഇപ്പൊ നമ്മൾ എഴുതുമ്പോഴത്തേക്കും RC ഡബിൾ ബോണ്ടോ H പ്ലസ് NH2 NHC6H5. ഇതിപ്പോ എഴുതുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ ആയിരിക്കും പോകുന്നത്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ H വരും, ആ H ഇവിടെ പോകും, N മനസ്സിലായോ?
സോറി, ഇവിടെ ഒരു എച്ച് ഉണ്ട്. ഓക്കെ, ഞാനത് ആലോചിച്ചത് ഇവിടെ മുമ്പ് പറ്റിയില്ല. ഇനിയിപ്പോ എന്നിട്ട് നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ എച്ചും H2ഉം കൂടെ എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ആവും അല്ലേ? ആ, അതായത് ഇവിടത്തെ ഈ എച്ച് പോകും, എലിമിനേറ്റ് ആകും, ഈ OH പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇതാണ് അപ്പൊ നമ്മളുടെ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ആവും. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇത് തന്നെ ഫീനൈൽ ഹൈഡ്രസിൻ വെച്ചിട്ട് തന്നെ എന്താ കീറ്റോണിന്റെയും കൂടിയിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഞാനിട്ട R ഗ്രൂപ്പിന് പകരം ഒരു CH3 ഗ്രൂപ്പ് ഇട്ടിട്ട് എക്സാമ്പിൾ ചെയ്യാം. എന്തോ? ഫീനൈൽ ഹൈഡ്രസിന്റെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ 3 റിയാക്ഷൻസ് പഠിച്ചില്ലേ? അതായത് ഇപ്പൊ എന്തോ മൂന്നിന്റെയും കീറ്റോണിന്റെ വെച്ച് എക്സാമ്പിൾ ചെയ്യാം. കാരണം നമ്മളിപ്പോ മൊത്തം ചെയ്തല്ല ആൽഡിഹൈഡ് അല്ലേ? ഇനിയിപ്പോ കീറ്റോൺ വെച്ചിട്ട് എക്സാമ്പിൾ ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റില് ഫീനൈൽ ഹൈഡ്രസിന്റെ ഒന്നെങ്കിൽ കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ്, ആറിന് പകരം എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഇട്ടിട്ട് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ ഇന്നിപ്പോ പഠിച്ച 3 റിയാക്ഷൻ മനസ്സിലായോ? ഓക്കെ, പിന്നെ ഒരു ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഡയറക്റ്റ് അതായത് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഡയറക്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വല്ലതും പറയുകയാണെങ്കിൽ ഫീനൈൽ ഹൈഡ്രസിന്റെ കേസ് ഞാൻ പറയാം. ഒരു എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഇപ്പൊ പ്രൊഡിക്റ്റ് ദ പ്രൊഡക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് തരികയെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതണം. അതായത് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് ഈ NH2 എന്ന് പറയുന്ന ടെർമിനൽ ഗ്രൂപ്പ് ആണല്ലോ, അവരെ ഈ C ഡബിൾ ബോണ്ട് അടുത്ത് എഴുതുക. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. മനസ്സിലായി? ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. അതായത് H2ന് ഇപ്പുറത്തിട്ട് N-ന് ഇങ്ങനെ ഇട്ടു. എങ്ങനെ എഴുതിയാലും സെയിം സംഭവം തന്നെ. ഓക്കെ, ആൽഡിഹൈഡ്. എന്നിട്ട് ഇതിപ്പോ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ഇപ്പൊ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് H2നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇതിനെ അങ്ങ് മായ്ച്ചു കളയാം. ഈ ഓവും H2നെയും കളഞ്ഞിട്ട് ബാക്കി കൂട്ടി ചേർത്ത് എഴുതും. R C ഡബിൾ ബോണ്ട്, ഇവിടെ എന്തുണ്ട്? N H C6H5. മനസ്സിലായോ? ആ കേസില് RCH ഡബിൾ ബോണ്ട് അതിൽ വർക്കാവും. അതെ, ഇപ്പൊ നോക്കിക്കേ. ഇപ്പൊ നമ്മള് ഹൈഡ്രോക്സിലമീൻ എടുക്കുകയാണെങ്കിൽ
ഇവിടുന്ന് ഇത് കളയാം. എനിക്ക് എന്ത് കിട്ടും? RCH ഡബിൾ ബോണ്ട് NH. ഇത് തന്നെയല്ലേ നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ വർക്കാവും. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഒരു 1 മാർക്കിനെല്ലാം പ്രൊഡിക്റ്റ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ മെക്കാനിസം എഴുതണം എന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഇത്രയും ഈ 3 റിയാക്ഷൻസ് മതി. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള സെക്ഷൻസ് എല്ലാം അടുത്തെല്ലാം വരുന്നത് റിയാക്ഷൻസ്, അതെല്ലാം വിത്ത് മെക്കാനിസം ആണ് വേണ്ടത്. അപ്പൊ അതിപ്പോ ഇന്നിപ്പോ ഞാൻ എടുത്തു കഴിഞ്ഞാല് മൊത്തം കൺഫ്യൂഷൻ ആകും.